ഹലോ എവരി വൺ, വെൽക്കം ടു സ്മാർട്ട് ഷോ ഇറ്റി. ഇന്ന് നമുക്ക് കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാം. നമ്മുടെ ഒ ഇ ടിക്കകത്ത് വേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എന്നാൽ എല്ലാവർക്കും സംശയം തോന്നുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്നോട് ഒത്തിരി കുട്ടികൾ ചോദിക്കുന്ന ഒരു സംശയമാണ്, ഡേറ്റ് എടുത്തതിന് ശേഷം പഠിക്കുന്നതാണോ നല്ലത്, ഡേറ്റ് എടുക്കുന്നതിന് മുന്നം പഠിക്കുന്നതാണോ നല്ലത്? എക്സാമിൻ്റെ ഡേറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് സംബന്ധിച്ച് ഒത്തിരി കുട്ടികൾക്ക് ഇങ്ങനൊരു കൺഫ്യൂഷനുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എൻക്വയറി വിളിക്കുന്നവരാണേലും ചോദിക്കുന്നത് ഈ ഒരു സെയിം ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന കാര്യത്തിനാണേലും സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ഞങ്ങൾ ഡേറ്റ് എടുത്തതിന് ശേഷം പഠിക്കാനായിട്ട് വരാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡേറ്റ് എടുത്തതിന് ശേഷം പഠിക്കുന്നതിലും ഏറ്റവും നല്ലത്, നിങ്ങൾ എത്ര പ്രാവശ്യം എക്സാം എഴുതിയിട്ടുള്ളവരായാലും ഈ ഒരു സെയിം മെത്തേഡ് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഡേറ്റ് എടുക്കുന്നതിന് മുന്നം ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, ഓക്കെ ഞാൻ ഇന്ന മാസം എനിക്ക് എക്സാം എഴുതണം. ആ ഒരു തീരുമാനത്തിന് മുന്നം ഒരു 1 മന്ത് മുന്നമെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മളൊരു കോഴ്സിന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ ഒരു മാസം നന്നായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയറായി നന്നായിട്ട് പഠിക്കുക. ആ പ്രിപ്പറേഷന് ശേഷം മാത്രം നിങ്ങളെ അസസ് ചെയ്യുക. അസസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ട്രെയിനറുടെ ഹെൽപ്പ് കൂടെ നിങ്ങൾ സ്വീകരിക്കുക. ഓക്കെ, ഞാൻ എത്രത്തോളം പഠിച്ചിരിക്കുന്നു. മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് റീഡിങ് ആൻഡ് ലിസണിങ് ആണ്. കാരണം കുട്ടികൾക്ക് ഏറ്റവും അധികം ഡിഫിക്കൽട്ടായിട്ട് എപ്പോഴും പറയുന്ന ഒരു മൊഡ്യൂൾ റീഡിങ് ആൻഡ് ലിസണിങ് ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു മൊഡ്യൂൾ, 2 മൊഡ്യൂൾസാണ് റീഡിങ് ആൻഡ് ലിസണിങ്. അപ്പം നമ്മുടെ ട്രെയിനറോട് ചോദിക്കുക, ഓക്കെ ഞാൻ എക്സാം എഴുതാനായിട്ട് ഓക്കെ ആണോ, എനിക്കതിന് സാധിക്കുമോ എന്ന് ചോദിക്കുക. അപ്പോൾ അവരുടെ ഒരു ഡിസിഷനും പിന്നെ നമുക്ക് തന്നെ തോന്നിപ്പിക്കും. നമ്മൾ എല്ലാ ദിവസവും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം, ഓക്കെ എനിക്ക് എത്രത്തോളം ഈ ഒരു റീഡിങ് ആൻഡ് ലിസണിങ് എനിക്ക് പഠിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്, എനിക്ക് എത്ര സ്കോർ കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മളെ തന്നെ കൂടെ ഒന്ന് അസസ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഏകദേശം ഒരു വിലയിരുത്തലിൽ റീഡിങ്ങിന് ഒരു 31-32 എപ്പോഴും ഒരുപോലെ കിട്ടുകയും റെഗുലറായിട്ട് കിട്ടുകയും ലിസണിങ്ങിനും അതുപോലെ തന്നെ 31-32 സ്കോർ കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സാമിന് ഡേറ്റ് എടുക്കാം. ഇനി ആ ഡേറ്റ് എടുക്കുന്നതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും ഡേറ്റ് എടുത്തിട്ട് പഠിക്കാൻ വരരുത്. പഠിക്കാൻ എന്തുകൊണ്ടാണ് അങ്ങനെ വരരുത് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ആ ഡേറ്റ് എടുത്തിട്ട് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒത്തിരി ടെൻഷൻ ഉണ്ടാകും. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ മെറ്റീരിയൽ ചെയ്യുമ്പോൾ ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് റീഡിങ്ങിന് ഒത്തിരി സ്കോർ കുറവായിരിക്കും. ചിലപ്പോൾ 23-22 വരെ ആയി പോവാറുണ്ട്. അപ്പോൾ സി ഗ്രേഡൊക്കെ ആയി പോകും. അപ്പോൾ നിങ്ങളെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. ഓക്കെ എനിക്ക് ഈ 22 ആണല്ലോ കിട്ടുന്നുള്ളൂ, നെക്സ്റ്റ് മന്തിലേക്ക് ഡേറ്റ് എടുക്കുകയും ചെയ്തു, ഞാൻ എങ്ങനെ ആ സമയത്തേക്ക് ഞാൻ ഒരു 30 സ്കോർ എനിക്ക് കിട്ടും എന്നുള്ളൊരു ടെൻഷൻ വന്നിട്ട് ഡേ ബൈ ഡേ നിങ്ങളുടെ സ്കോർ അത് ഡിക്രീസ് ആകുവാനായിട്ട് സാധിക്കും. ഒരിക്കലും ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കോർ ഉയരുകയില്ല, നിങ്ങളുടെ സ്കോർ കുറഞ്ഞു വരുള്ളൂ. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡേറ്റ് എടുക്കാതെ വന്ന് പഠിക്കുക. പഠിച്ചതിന് ശേഷം ഒത്തിരി നന്നായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ കുറച്ച് നമ്മൾക്ക് മനസ്സിലാകുകയും ചെയ്യും. റീഡിംഗ് ഒക്കെ വായിക്കുമ്പോൾ കൃത്യമായിട്ട് വാക്കുകളുടെ, സെൻറ്റൻസിൻ്റെ എല്ലാം അർത്ഥം മനസ്സിലാകുന്ന കുട്ടികളാണെങ്കിൽ, അതുപോലെ തന്നെ ഏകദേശം നന്നായിട്ട് സ്കോർ കിട്ടുന്ന കുട്ടികളാണെങ്കിൽ ആ 1 മന്ത് എന്നുള്ളത് ഒരു 20 ഡേയ്സിൽ നിങ്ങൾക്ക് ഡേറ്റ് എടുക്കാവുന്നതാണ്. എന്തായാലും നമ്മൾ എടുക്കുന്ന ഡേറ്റിന് ഒരു 1 മന്തിൻ്റെ ഗ്യാപ്പ് ഉണ്ടാകുമല്ലോ. അപ്പോൾ ആ ഒരു 1 മന്ത്, അതായത് ഒരു 30 ഡേയ്സും പിന്നെ നിങ്ങൾ എടുക്കുന്ന 20 ഡേയ്സ്, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം പഠിക്കാൻ എടുക്കുന്ന 30 ഡേയ്സ്, മൊത്തത്തിൽ ഒരു 60 ഡേയ്സ്. ആ 60 ഡേയ്സ് കൊണ്ട് നിങ്ങൾ റിക്വയർഡ് ആയിട്ടുള്ള സ്കോർ കിട്ടുന്നതായിരിക്കും. എത്ര പ്രാവശ്യം എഴുതിയിട്ടുള്ളവരാണേലും നമ്മുടെ സ്കോർ, എക്സാമിന് കിട്ടിയിട്ടുള്ള സ്കോർ വെച്ചിട്ട് നമ്മൾക്ക് എത്ര മാസം പഠിക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നല്ലൊരു ട്രെയിനർ, ഒരു പേഴ്സണൽ ട്രെയിനറിൻ്റെ ഒരു ഹെൽപ്പോട് കൂടി മാത്രമാണ് ഡേറ്റ് എടുക്കേണ്ടത് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. നിങ്ങൾ സ്വന്തമായിട്ട് ഡേറ്റ് എടുക്കരുത്. പല കുട്ടികളും പഠിക്കാനായിട്ട് വരുന്നത് സ്വന്തമായിട്ട് ഡേറ്റ് എടുത്തതിന് ശേഷമായിരിക്കും. പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് വളരെ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. കാരണം ഓരോ ദിവസവും ഈ പറഞ്ഞ പോലെ സ്കോർ കുറയുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ വരും, ടെൻഷൻ വരും, എനിക്ക് സ്കോർ കുറയുകയാണല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് വരും. അത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഓരോ ദിവസത്തെയും സ്കോറിനെ ബാധിക്കും, എക്സാമിനെ നന്നായിട്ട് ബാധിക്കുകയും ചെയ്യും.
നിങ്ങളിങ്ങനെ ഞാനിപ്പോൾ പറഞ്ഞ കണക്ക് തന്നെ ഡേറ്റ് എടുത്തതിന് ശേഷം ട്രെയിനറുടെ അടുത്ത് പോയി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിച്ച് നിങ്ങൾ എക്സാമിന് തയ്യാറെടുത്ത് പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സ്കോർ വന്നതിന് ശേഷം നിങ്ങൾക്ക് റിക്വയർഡ് സ്കോർ കിട്ടാതെ നിങ്ങൾ വിഷമിച്ചിട്ടുള്ളവരാണോ? എങ്കിലൊന്ന് ആലോചിച്ച് നോക്കിയേ ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റ് അല്ലേ എന്ന്. നമ്മുടെ എടുത്ത് ചാടിയുള്ള തീരുമാനം പലപ്പോഴും നമ്മുടെ സ്കോറിനെ ബാധിക്കും. അപ്പോൾ ശരിക്കും ഒന്ന് പഠിക്കുക, അതൊരു ട്രെയിനറുടെ ഹെൽപ്പോട് കൂടി തന്നെ പഠിക്കുക. പഠിച്ചതിന് ശേഷം നിങ്ങൾ ഡേറ്റ് എടുക്കുക, അതിനുശേഷം നിങ്ങൾക്ക് എക്സാം എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വിഷയത്തിൻ്റെ കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാറിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്നോട് ചോദിച്ചാൽ ഞാൻ ഉറപ്പായും പറയും, നിങ്ങൾ ട്രെയിനിങ് എടുത്തതിന് ശേഷം എക്സാം എഴുതുക. അത് റിപ്പീറ്റർ ആയാലും ബിഗിനർ ആയാലും രണ്ടും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിനൊരു തീരുമാനം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ലിസണിങ്ങിൻ്റെ ഒരു അനദർ സെക്ഷൻ, ഒരു എപ്പോഴും ചോദിക്കുന്ന ഒരു 10 വേർഡ്സിനെ കുറിച്ച് ലിസണിങ്ങിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.